കറ്റാർവാഴ കൊണ്ടുള്ള ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ജ്യൂസാണ് കറ്റാർവാഴ കൊണ്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഒട്ടുമിക്ക ആളുകളുടെയും വീട്ടിൽ കറ്റാർവാഴ കാണും. ഈ കറ്റാർവാഴ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ജെല്ലാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് ഈ ഒരു കറ്റാർവാഴ നന്നായി കഴുകി എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് ഈ ജെല്ല് മാത്രമായിട്ട് പുറത്തെടുക്കുക. ഈ ജെല്ല് മാത്രമായിട്ട് ജ്യൂസാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചെറിയൊരു ചുവയുണ്ടാകും. അപ്പൊ ആ ഒരു ചുവയൊന്നും അറിയാതിരിക്കാനായിട്ട് നമ്മൾ ഇതിന്റെ കൂടെ വേറെ ഒരു ചേരുവ കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് നോക്കാം. അതിനു മുൻപായിട്ട് നമ്മൾ ഈ ജെല്ല് എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഈ ജെല്ല് എടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ ജെല്ല് എടുക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഈ ജെല്ല് എടുക്കുന്നത്. ഈ ഒരു കറ്റാർവാഴ ജെല്ല് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആക്കി നിർത്താൻ ഇത് സഹായിക്കും. മാത്രമല്ല ശരീരത്തിലെ ചില ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാനും അതുകൊണ്ട് തന്നെ നമ്മുടെ ലിവറിന്റെ ഫംഗ്ഷൻ ഒക്കെ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ മലബന്ധം അകറ്റാനും കറ്റാർവാഴ ജ്യൂസ് സഹായിക്കും. ചർമ്മത്തിനും ഇത് നല്ലതാണ്. ചില ചർമ്മ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കുന്നതിനും ആക്നെ അകറ്റുന്നതിനും ഒക്കെ ഈ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ജ്യൂസിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചർമ്മം സംരക്ഷിക്കും. ഇവിടെ നമ്മൾ ആവശ്യത്തിനുള്ള കറ്റാർവാഴ ജെല്ല് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജെല്ലിലേക്ക് ചേർക്കാനുള്ളത് 1 സ്പൂൺ അളവിന് തൈരാണ്. ആ 1 സ്പൂൺ അളവിന് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ദഹന പ്രശ്നങ്ങൾക്കും ശരീരം ഹൈഡ്രേറ്റഡ് ആക്കിയും കൂളാക്കിയും നിർത്താനൊക്കെ തൈര് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ജ്യൂസ് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല ഒരു വെളുത്ത കളറിലുള്ള ജ്യൂസ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഈ ജ്യൂസ് നമുക്ക് വൈകിട്ടോ രാത്രിയിലോ ഒക്കെ കുടിക്കാവുന്നതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ജ്യൂസാണിത്. ഇത് ദിവസവും കുടിക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനില്ല. ധാരാളം പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നെഞ്ചെരിച്ചിൽ കുറയ്ക്കാനും ദഹന പ്രശ്നം പരിഹരിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ശരീരത്തിന് ഒരുപാട് നല്ല ഗുണങ്ങൾ തരുന്ന ഈ ജ്യൂസ് നിങ്ങളും കുടിച്ചു നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം. അതിനു മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സമയം മലയാളം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.